ഇന്ത്യ ഡു ഓർ ഡൈ. 9,000 കോടി രൂപയുടെ നിക്ഷേപവുമായി നാളെ കേരളത്തിലെത്തുന്ന അദാനിയോട് നമ്മൾ പറയുന്നു കിറ്റ് കേരള, കിറ്റ് അറേബ്യൻ സീ, കിറ്റ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും ഈ ജാഥയുടെ ഒരു സഹപ്രവർത്തനം നൽകാൻ അഭ്യർത്ഥന ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ സന്തോഷ് പ്രിയങ്കരനായ ശ്രീ ചാൾസ്, ജാഥ ക്യാപ്റ്റൻ ശ്രീ ദേവാനു, ബേസിൽ മുക്കട്ട്, ശ്രീ ലെബൻ, ശ്രീ പ്രസാദ്, ശ്രീ ജി സഹദേവൻ, ശ്രീ ഗിരീഷ്, ശ്രീ ഭദ്രൻ, എന്നെ ജെയിൻ, മറ്റു പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ സംയുക്ത മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വാഹന പ്രചരണ ജാഥ നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം കൊല്ലത്ത് ഖനനം തെക്ക് വശവുമുള്ള കൊല്ലം പരപ്പൻ അവിടെ ഖനനം നടത്താനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ചാൾസ് സൂചിപ്പിച്ചതുപോലെ 2 മീറ്ററോളം ആഴത്തിൽ കിടക്കുന്ന കനത്തിൽ കിടക്കുന്ന വെള്ളമണൽ, അതോടൊപ്പം തന്നെ ധാതുമണൽ, അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് മൂല്യമുള്ള ലോഹമണൽ ഒക്കെ വൻതോതിൽ ഖനനം നടത്തിയാലുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. സുനാമി പൊട്ടിപ്പുറപ്പെട്ടത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഇന്തോനേഷ്യയിൽ സുനാമി ആരംഭിച്ചിട്ട് തുടക്കം കുറിച്ചിട്ട് വൻ നഷ്ടമാണ് കരയെ കവർന്നെടുക്കുന്ന തിരമാലകൾ കരയെ കവർന്നെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ലോകത്തിന്റെ തീരപ്രദേശങ്ങളിൽ നാനാഭാഗത്തും അതുണ്ടായി. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ എത്രയേറെ, നമ്മുടെ ഇടവനക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ, ആലപ്പുഴ ജില്ലയിൽ, അങ്ങനെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലും തമിഴ്നാട് വേളാങ്കണ്ണി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തിരമാലകൾ ആഞ്ഞടിച്ച് കരയെ കവർന്നെടുത്ത് 100 കണക്കിന് 1000 കണക്കിന് മനുഷ്യജീവനാണ് ഇല്ലാതായത്.